Hey, good morning, guys. This is a special video for you, vlogger Jayan. Yeah, ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തു, പക്ഷേ നിങ്ങൾ ആരും മൈൻഡ് ചെയ്തിട്ടില്ല. കമന്റ് ഇഷ്ടം പോലെ വന്നു, മൊത്തം തെറിയായിരുന്നു. സോറി ഗൈസ്, എന്റെ മൊബൈലിൽ ഏതോ ഒരു വൃത്തികെട്ട രൂപം വന്നിരിക്കുന്നു. അതിന് എനിക്ക് തോന്നുന്നു അതിന്റെ ഓപ്ഷൻ മാറി കിടക്കുവാന്ന് തോന്നുന്നു. ഓടരുത് ഇവിടെ വാ. അവിടെ അല്ലല്ലോ വായ, ഇവിടെ അല്ലയോ വായ. അതല്ല ഞാൻ പറഞ്ഞത്. എടാ ഇങ്ങനെ നടന്നാ എന്താ സംഭവിക്കും അറിയാവോ? ഇങ്ങനെ നടന്നാ മാമന്റെ നിക്കർ വെളിയിൽ കാണും. അതല്ല, നീ ഇങ്ങനെ നടന്നാ എന്ത് സംഭവിക്കും അറിയാവോ? എന്റെ നിക്കർ വെളിയിൽ കാണും. അഹങ്കാര വർത്താനം പറഞ്ഞു. ജയ, ലളിത ആരാന്നറിയാവോ? ജയലളിത തമിഴ്നാട് മുഖ്യമന്ത്രി. അൻപാർന്ന തമിഴ് മക്കൾക്ക് ജയ, നിന്റെ അമ്മ ലളിത എന്റെ ആരാന്നറിയാവോ? മാമന്റെ വിളങ്ങോ? അവിടെ നേരാങ്ങളെയാ ഞാൻ. അപ്പൊ ബാക്കി രണ്ടെണ്ണം ഉള്ളത് നുണയാങ്ങളമാരാണ്. വർത്താനം പറഞ്ഞു. എടാ, നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ആ ഓരോ മനുഷ്യർക്കും ഓരോ പ്രൈവറ്റ് ബസ് വേണം. പ്രൈവറ്റ് ബസ്സോ? അല്ല, നമുക്ക് ഈ സ്വകാര്യമായിട്ടുള്ള സാധനത്തിന് എന്തോ പറയുന്നേ? മാമനെ ഇങ്ങോട്ട് വന്നപ്പോ ജംഗ്ഷനിൽ ഒരു നീണ്ട കെട്ടിടം കണ്ടായിരുന്നു. ആ കണ്ടു. സ്കൂള്. വോട്ട് കുത്താൻ മാത്രം അതിനകത്ത് പോയാൽ പറയാം. വല്ലപ്പോഴും പാച്ചാനും അതിനകത്തോട്ട് പോകണമായിരുന്നു. അങ്ങനെ സംസാരിക്കുന്നേ? പ്രൈവറ്റ് ബസ്, പ്രൈവസി. എനിക്ക് ഹിന്ദിയെ കുറിച്ച് അത്ര കാര്യങ്ങളൊന്നും എനിക്കന്ന് സ്കൂളിൽ പോകാനായിട്ടുള്ള പരിവം ഇല്ലായിരുന്നു, അറിയാവോ? എന്താ പറ്റി? എനിക്ക് സ്കൂളിൽ പോകാനായിട്ടൊരു നിക്കർ പോലും ഇടാനില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കാളവണ്ടി ഓടിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചത്. അപ്പൊ കാളവണ്ടി ഓടിക്കുമ്പോ നിക്കർ വേണ്ടല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷെ വേറെ കാര്യമുണ്ട്, ഞാൻ കാളവണ്ടി ഇങ്ങനെ വരുമ്പോണ്ടല്ലോ, ജംഗ്ഷനിൽ വരുമ്പോ ആൾക്കൂട്ടമായിരുന്നു. അമ്മാതിരി കാഴ്ചയല്ലോ കൊണ്ടുവരുന്നത്. അതല്ല, ഞാൻ സാധനം കൊണ്ട് വരുവാണല്ലോ. അതല്ലയോ ഞാൻ ഈ പറഞ്ഞത്. ഹലോ, പച്ചക്കറി സാധനങ്ങളും കൊണ്ട് വരുവായിരുന്നു. പച്ചക്കറിയും പലർക്കും തന്നെ ഞാൻ അവിടെ കൊണ്ടുവച്ച് കഴിയുമ്പോണ്ടല്ലോ, ഞാൻ അതിൽ നിന്ന് കുറച്ച് ലാഭമൊക്കെ ഉണ്ടാക്കി. പക്ഷെ ആ ലാഭം കൊണ്ട് ഞാൻ ആദ്യം ഒരു തട്ടുകട തുടങ്ങി. നീ ആയിരുന്നു എന്ത് ചെയ്തേനെ? ഞാനായിരുന്നു ആദ്യം ഒരു നിക്കർ മേടിച്ചിട്ടേനെ. അഹങ്കാര വർത്താനം പറയുന്നു. മാമൻ ഇട്ടില്ല, ഇടുന്നില്ല. നിനക്ക് ഞാൻ കാണിച്ചു തരാം. വേണ്ട മാമ, നാട്ടുകാരെ മൊത്തം കാണിച്ചല്ലോ. ഞാൻ അവരോട് അഭിപ്രായം ചോദിച്ചോളാം. നിന്നോട് ഇതൊക്കെ കാര്യങ്ങൾ പറയാൻ വന്ന എന്നെ വേണം അടിക്കാൻ. സത്യം, ഞാൻ സ്വപ്നം കണ്ടതേ ഉള്ളൂ. എന്നെ അടിക്കണമെന്നോ? അല്ല, പിന്നെ മാമൻ എന്നെ അടിക്കാൻ വരുമെന്ന് ഞാൻ സ്വപ്നം കണ്ടു. നിന്നെ അടിക്കുമല്ല, നിന്നെ അടിച്ച് നിന്നെ ശരിയാക്കുമെന്ന്. മാമ ഒരു മിനിറ്റ്, അടിച്ച് ഞാൻ ശരിയാക്കും. എന്റെ പ്രിയപ്പെട്ട മാമൻ, നിന്നെ അടിച്ചാൻ ശരിയാക്കും. എടാ, വീട്ടിലൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാകുന്ന ഉടനെ നീ എന്തിനാടാ ഈ വീഡിയോ എടുത്ത് ഉണ്ടാക്കിയിരുന്നത്? മാമ അതുകൊണ്ടൊരു രഹസ്യം പറഞ്ഞു തരഞ്ഞു വന്നേ. എന്തുവാ? അതുകൊണ്ടേ എനിക്കിപ്പോ 4K ഉണ്ട്, അറിയാവോ? കള്ളത്തരം എന്നോട് പറയരുത്. എന്താ? എന്നെ ചെറുപ്പത്തിലെ കുളിപ്പിക്കുന്നു എടുത്തു നടക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നിനക്ക് 4K ഒന്നുമില്ല, അങ്ങനെ ഉണ്ടാകത്തുമില്ല. ആമാ, ഞാൻ പറയുന്നത് എന്തുവാ? എനിക്ക് മോണിറ്റൈസേഷൻ ആയി. ഒരു കാര്യം ചെയ്യ്, അകത്ത് പോയി കഴുകിട്ട് വേറെ ഉടുപ്പ് നിക്കറൊക്കെ എനിക്ക് സംസാരിക്കാനുണ്ട്. അമ്മ, എന്റെ യൂട്യൂബ് ചാനലിന് പൈസ കിട്ടി തുടങ്ങുമെന്നാ പറഞ്ഞേ. പൈസ കിട്ടിയെന്നാന്ന് പറഞ്ഞേ? പൈസയുടെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തെ. എടാ, കഴിഞ്ഞ ആഴ്ച ഞാൻ പൈസ ചെലവാക്കാത്തനാണ് മഹാ പിശുക്കനാന്നും പറഞ്ഞ് നീ വീഡിയോ ഇട്ടെന്താണ്. ഞാൻ എന്തോടാ പിശുക്ക് നിന്നോട് കാണിച്ചിട്ടുള്ളത്? പിശുക്കനല്ലയോ? ഞാൻ എന്തോ പിശുക്കാടാ നിന്നോട് കാണിച്ചിട്ടുള്ളത്? ഞാനിവിടെ വല്യവായിലെ വിളിച്ചു പറയും. എന്നാ നീ പറ കേക്കട്ടെ. കഴിഞ്ഞ ആഴ്ച മാമന്റെ മൂത്ത മോന്റെ മോനുണ്ടല്ലോ, അവനൊരു ഇരുമ്പിന്റെ 10 പൈസ തൊട്ട് വിഴുങ്ങിയായിരുന്നു. ആ പൈസ വേറെ എങ്ങും പോകരുതെന്നും പറഞ്ഞ് ആ കൊച്ചന്റെ ബാക്കിൽ കാന്ത ഒട്ടിച്ച് വെച്ചിട്ട് ആ പൈസ തിരിച്ചെടുത്ത പൈസ എന്ന് പറഞ്ഞാൽ ദൈവം അറിയാവോ? ദൈവമാണോ? ആ, ദൈവമാ. മാമൻ ഇച്ചിരി സൂക്ഷിക്കണം. എന്തോ സൂക്ഷിക്കണം പറയുന്നത്? മാമൻ ഇല്ലാത്തപ്പോ മാമി കടയെ വന്നിട്ട് ഈ ദൈവത്തിനെ മടക്കി ബ്ലൗസിനകത്ത് വെക്കുന്നുണ്ട്. പറയുന്നു. അതന്നല്ല, എടാ, സ്വന്തം പങ്ങൾക്ക് 8 ലൈൻ ഉണ്ടെന്നും പറഞ്ഞോണ്ട് നീ ഇത് ഓളോകിട്ട നിന്നെ അടിച്ചോണ്ടല്ലോ, അടിച്ച് നിന്നെ. ഹായ് ഗൈസ്, പ്ലീസ്, എന്റെ മാമനാണ് ഈ കിടന്നത്. കലാമണ്ഡലം നൃത്തം കണ്ടോണം. റെഡി, 1 2 3 നൃത്തം. കലാമണ്ഡലം പേര് പേരെന്തോ പറയേണ്ടത്? സ്വന്തം പേര് പറയണ്ട, മറ്റേ വേറെ പേര് പറയണോ? ഞാൻ മൊയ്തീൻ നായർ. മാറ്റ എന്നെ അടിക്കരുത്. അടിക്കത്തില്ല. ഭരതനാട്യം അടിക്കത്തില്ല. എടാ, നിനക്ക് 10ാം ക്ലാസ് എങ്കിലും ഒന്ന് എഴുതി എടുക്കത്തില്ലായിരുന്നോടാ? എന്റെ മാമ, ഞാൻ 10ാം ക്ലാസ് പാസ്സാവാൻ എന്തുവാ ചെയ്യണ്ട ഒന്ന് പറഞ്ഞതാ. ഒരു കാര്യം ചെയ്യാം, നീ ഇന്നെ എന്തായാലും ഞാൻ 10ാം ക്ലാസ് എഴുതി പാസ്സാക്കിച്ചിരിക്കും. മാമൻ എന്തോ ഞാൻ പാസ്സാകണം വാശി? മാമ പണ്ടേ അങ്ങ് വാശിക്കാരനെ പോടുന്നു. അയ്യോ, എനിക്ക് വാശിന്ന് എന്റെ ജീവിതത്തിൽ ഒരു മനുഷ്യനോട് ഞാൻ വാശി കാണിച്ചിട്ടുള്ളതല്ല. നാട്ടുകാർക്കൊക്കെ ഞാൻ വിളിച്ചു പറയും. എന്തോ പറയുമ്പോ നാടാ നീ പറയുന്നേ? ഇന്നാളിൽ ഒരു ദിവസം വീടിന്റെ വെളിയിൽ ഇറങ്ങിയപ്പോ കാക്ക മുതുകത്ത് കാട്ടിച്ച്. ആ കാക്കയുടെ അടുത്തുള്ള വാശി കൊണ്ട് ഉറക്കളച്ചിരുന്നിട്ട് രാത്രി മാവിന്റെ മേളിൽ കയറി കാക്കക്കൂടിന്റെ മേളിൽ കുത്തിയിരുന്ന് കാക്കയുടെ മണ്ടയ്ക്ക് കാട്ടിച്ച കക്ഷിയായത്. ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനി നിന്നോട് ചെയ്യാനുള്ള ഒരു കാര്യമേ ഉള്ളൂ. ഒരു കാര്യം ചെയ്യ്, നിന്നെ അങ്ങ് കയറ്റി വിടാം. ചെവിക്കാത്തോ? ചെവിക്കാത്തല്ല, ഗൾഫിൽ നിന്ന് സുഖ വരുന്നുണ്ട്.
മാമൻ ചെവിക്കകത്ത് വരലുമ്പോ ഗൾഫിൽ നിന്നാണോ സുഖം വരുന്നത്? അല്ല, നീ ആ മൊബൈലിൽ ഞാൻ പറഞ്ഞുതരാം. മാമ കളയല്ലേ. കളയത്തില്ല. എടാ, എന്റെ അളിയന്റെ കൊച്ചുമോൻ സുഗു ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. വരട്ടെ. അവൻ വരുമ്പോൾ അവന്റെ ജോലി ശരിയാക്കിയിട്ട് നിന്നെ കൂടെ അവന്റെ കൂടെ കയറ്റി വിടാൻ പോവാ. മാമ വേണ്ട, ഞാൻ ഗൾഫിൽ പോകത്തില്ല. ല്ലോ ഇത് ഞാൻ ഇന്ന് എറിഞ്ഞ് ഞാൻ പൊട്ടിക്കും. കളയരുത്. മാമ ബ്ലോഗർ ഞാൻ ഗൾഫിൽ പോവാം. സത്യമാണല്ലോ. സത്യം. ആ, എന്നാ പിന്നെ കുഴപ്പമില്ല, ഗൾഫിൽ പോകാൻ റെഡി ആയിക്കോ. അല്ല, ഞാനിപ്പോ ചെയ്തോണ്ടിരുന്ന വീഡിയോയുടെ ബാക്കി ഒന്ന് ചെയ്തിട്ട് പോവാ. ഇനി ലാസ്റ്റ് വീഡിയോ ഈ വീഡിയോയുടെ ചിലോ. അതെ, അത് കഴിഞ്ഞ് സാധനം എന്റെ തരണം. ആണല്ലോ, ഉറപ്പായി ഗൾഫിൽ പോകാൻ റെഡി ആണല്ലോ. അതെ. എന്നാ പിന്നെ ആ വീഡിയോയുടെ ചെയ്തിട്ട് നിന്നെ ഞാൻ ഗൾഫിൽ പറഞ്ഞു വിട്ടോളാം. ഹായ് ഗൈസ്, വീഡിയോയ്ക്ക് ഒരു ചെറിയ തടസ്സം നേരിട്ടതിൽ വളരെയധികം ഖേദിക്കുന്നു. ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് ചെയ്തു, നിങ്ങൾ ആരും എനിക്ക് ഷെയർ ചെയ്തില്ല, ലൈക്ക് ചെയ്തില്ല. പക്ഷെ കമന്റ് ഒരുപാടുണ്ട്, മൊത്തം തള്ളകവിളിയായിരുന്നു. എൻ്റെ അച്ഛൻ അതുകൊണ്ട് എന്നെ ഇഷ്ടമല്ല, എൻ്റെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമല്ല, എൻ്റെ പെങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ല, ഈ മാമനും എന്നെ ഇഷ്ടമല്ല. അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് തീർക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, സ്പെഷ്യൽ വീഡിയോ. അതുകൊണ്ട് ഈ കുപ്പിക്കകത്തിരുന്ന് വിഷം കഴിച്ച് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ചാകും. അയ്യോ, അതും എടുത്ത് അങ്ങ് കൂച്ചായിരുന്നു. ഹായ് ഗൈസ്, ദാ മാമന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുകയാണ്. ദിസ് ഈസ് ദി സ്പെഷ്യൽ വീഡിയോ ഫോർ യു ബ്ലോഗർ ജയൻ. ലൈക്ക്, ഷെയർ, കമന്റ്. അടിച്ചേക്കണേ. സൂപ്പർ. ഇരിക്കാനുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. നോബി ചേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു? അവര് വരുമ്പോൾ തന്നെ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടല്ലോ. അതെന്താ നോൺ സ്റ്റോപ്പ് കോമഡിയാണ്. അപ്പം ഗംഭീരമാണെന്ന് പറഞ്ഞാൽ ഷാജിയുടെ വിനോദനും അടിപൊളിയായിട്ട് തകർത്തടിച്ചു, വീണ്ടും ചിരിപ്പിച്ച് കൊന്നു. താങ്ക് യു സ്കിറ്റ് തരുന്നതിന്. മക്കളെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എന്നാ ഇവർക്ക് എത്രത്തോളം ബാറ്ററി ചാർജ് കയറി എന്നൊക്കെ നമുക്ക് നോക്കണ്ടേ? അതിന്റെ മുമ്പ് ശ്വേത ചേച്ചി ഭയങ്കര എനർജി ഉണ്ടായിരുന്നു. ഷാജിയേട്ടൻ ഒരു വ്ളോഗറായിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ഇത്ര സംസാരിക്കുമെന്ന്. പക്ഷെ സ്കിറ്റ് ഒരു ട്രൂ വ്ളോഗറായിട്ട് തന്നെയാണ്. ക്യാരക്ടറിൽ ഭയങ്കരമായിട്ട് കേറി. പിന്നെ വിനോദേട്ടൻ എന്താ പറയണ്ടേ, രണ്ടുപേരും ഒന്നും അറിയാത്ത പോലെ നിൽക്കും. ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവര് എവിടത്തേക്കോ ക്യാരക്ടറായി മാറി വേറെ ഒരു വേൾഡിൽ കൊണ്ടുപോകും. സൂപ്പർബായിരുന്നു. ബാറ്ററി നന്നായി ചാർജ് ആയിട്ട് നമുക്ക് നോക്കാം. എന്തായാലും ഇവരുടെ പെർഫോമൻസിന് എത്രത്തോളം ബാറ്ററി ചാർജ് ആയെന്നുള്ളത് നമുക്ക് ഇനി നോക്കാം. ഓൾറൈറ്റ് ചേട്ടാ, നോക്കാം. ₹42,000 ആണ് നേടിയിരിക്കുന്നത്. ചേച്ചി 42,000 rupees അങ്ങ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാവോ? കൊടുക്കാല്ലേ? യാ. ദാ Comedy Masters.